ഹലോ ഗൈസ്, ഞാൻ ഈ ഡ്രാഗൺ ഫ്രൂട്ട്സ് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഇതിനു മുമ്പ് ഒന്ന് രണ്ടെണ്ണമൊക്കെ പിടിച്ചിട്ടുള്ളായിരുന്നു. അത് ഞാൻ നിങ്ങളെ അതിന്റെ ഫ്രൂട്ട്സ് പീസാക്കിയിട്ടൊക്കെ കാണിച്ചിരുന്നു. നല്ല റോസ് നിറമാണ്, നല്ല രുചിയാണ്, നല്ല മധുരമാണ്. പക്ഷെ അതുകൊണ്ട് വല്ലപ്പോഴും ഒന്ന് രണ്ടെണ്ണം പിടിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ വിഷമിച്ചു. ഞാൻ പറയുന്നത് എന്നിട്ട് ഞങ്ങളിത് അവസാനം ഇതിന്റെ വളത്തെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോഴാണ് ചാണകപ്പൊടിയും ഉണങ്ങിയ ചാണകപ്പൊടിയും കോഴിവെള്ളം ഉണങ്ങിയതും പിന്നെ കുറച്ച് ചാമ്പലും കൂടെ ഇടണോന്ന് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ എന്തായാലും അങ്ങനെ പരീക്ഷിച്ച് നോക്കി. ശരിക്കും പ്രാവശ്യം പിടിച്ചു. പക്ഷെ മഴക്കാലമായതുകൊണ്ട് ചെറിയതായിട്ടുള്ള ഫ്രൂട്ട്സ് നമുക്ക് കിട്ടിത്തുടങ്ങി. കാരണം ഇതില് ഫ്രൂട്ട്സ് പിടിക്കുമ്പോൾ നമുക്ക് വെയിലും ഉണ്ടാവണം, അതിൽ ഈച്ചകൾ ധാരാളം വരണം. മഴ പെയ്ത് പെട്ടെന്നൊന്നും ഇത് പട്ടുപോകരുത്, കാരണം ഈച്ച ധാരാളം വരണം. ഇപ്പൊ ഞങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു തുടങ്ങി. അതിനൊരു കവർ ഇടും ഞങ്ങള്. മഴ വരുന്ന നോക്കി എന്നിട്ട് മുകളിലേക്ക് ഒരു കവർ വിരിച്ചിടും. അപ്പോഴത് വെള്ളം വീണത് പട്ടു പോകത്തില്ല, ഈച്ചയും ധാരാളം വരും. അങ്ങനെയാണ് ഇപ്പം പരീക്ഷിക്കുന്നത്. ഇപ്പം ഞങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. ഞങ്ങൾ 4 മൂട് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. പക്ഷെ 2 മൂടെ ഞങ്ങൾക്ക് ഫലവത്തായിട്ട് കിട്ടിയിട്ടുള്ളൂ. ഇനി ഞങ്ങൾ ഇതിനെ വിപുലപ്പെടുത്തും. ഇത് പരീക്ഷണ ഘട്ടത്തിലേ ഉള്ളതാ, പക്ഷെ അത് വിജയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇനി ഞങ്ങളുടെ ഈ വീട് വളപ്പിലാകുമ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് വെളിച്ചമൊക്കെ കിട്ടും. പക്ഷെ ഇവിടെയൊക്കെ ഒരുപാട് റബ്ബറുകളൊക്കെ ഉണ്ടായതുകൊണ്ടേ നമുക്ക് അവിടെയൊക്കെ തണലായതുകൊണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പട്ടികളൊക്കെ ഓടി നടക്കും. ഞങ്ങളുടെ പട്ടി ഇവിടെ ഉണ്ട്, പക്ഷെ എങ്കിലും അവനിങ്ങനെ ശല്യപ്പെടുത്തത്തൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു ബേസിനകത്ത് വെച്ച് നോക്കിയതാണ്. പേടിച്ചാണ് ഈ ബേസിന് വളർന്ന് കിട്ടുമോ എന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ ഞങ്ങൾക്കത് വിജയകരമാക്കി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് 3 പൂ കിട്ടി. അത് ഞങ്ങളിങ്ങനെ മഴ പെയ്യാതെ നോക്കിയിരിക്കുകയാണ്. അതാണ്ട് 2, 3, ഇപ്പൊ ഒരു 7-10 കായിനകത്തുണ്ട്. ഇനി ഞങ്ങൾ ഇതിന്റെ ഈ തണ്ട് വെച്ച് ബാലൻസ് വന്നേക്കുന്ന കാ പിടിച്ചിരിക്കുന്ന ഈ തണ്ട് വെച്ച് മുറിച്ച് മാറ്റും. മുറിച്ച് മാറ്റി ഇനി നടാൻ ഞങ്ങൾ അങ്ങനെ മുറിച്ച് മാറ്റി ഒരു 6 എണ്ണം ഇപ്പൊ ഞങ്ങൾ നട്ടു. ഇങ്ങനെ മുറിച്ച് മാറ്റിയിട്ട് ഇപ്പൊ ഈ ഒരുപാട് പൂക്കൾ വരുന്ന സമയമായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഒന്ന് കഴിയട്ടെ എന്ന് ചോദിച്ചു. പക്ഷെ ഇത് മുറിച്ച് മാറ്റിയിട്ട് നടുമ്പോൾ മണ്ണിട്ട് മൂടി വെക്കരുത്. അത് വെറുതെ മണ്ണിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തൊട്ട് വെക്കുകയേ ചെയ്യാവൂ. അപ്പൊ അതുകൊണ്ട് ഇവിടെ വെച്ച് ഇങ്ങനെ മുറിച്ചെടുക്കാം നമുക്ക്. പിന്നെ അത് കള്ളപ്പൂവും വീഴും. നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കാൻ മനസ്സിലാക്കും. നമുക്ക് കള്ളപ്പൂ വീണ് കഴിഞ്ഞാൽ അതൊരു 3-4-5-6 ദിവസം കഴിയുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് അങ്ങ് പട്ടുപോകും. അപ്പൊ ഇതൊക്കെ നമുക്ക് നല്ല മനസ്സിന് സന്തോഷം കൂടിയാണ്. നമ്മുടെ വീട്ടിൽ ഈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടല്ലോ. പിന്നെ ഇന്നലെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഒരെണ്ണത്തിന്റെ വില ചോദിച്ചു. 1/2 കിലോയാണ് 199 രൂപ. അതിശയിച്ചു പോയി. പക്ഷെ ഇതാണ് ഏറ്റവും നല്ലത് എന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിയും. ഒരു ദിവസം ഞങ്ങൾ വെള്ള വാങ്ങിച്ചു, വെള്ള ഫ്രൂട്ട്സ്, അകത്ത് വെള്ള നിറം. പക്ഷെ അതിന് അത്രയും രുചി കണ്ടില്ല. പക്ഷെ ഈ നമ്മുടെ ചുവപ്പും ഉണ്ട്, റോസ് ഉണ്ട്, വെള്ളയുണ്ട്. അങ്ങനെ അറിയാൻ കഴിഞ്ഞത്. ഇനി ചുവപ്പ് ഒന്ന് വാങ്ങിച്ചു നോക്കണം. ചുവപ്പ് വാങ്ങിച്ചു നോക്കിയിട്ട് എൻ്റെ തണ്ട് മേടിച്ചുകൊണ്ട് നടണം. ഇത് ഞങ്ങൾ ആമസോണിൽ നിന്ന് വരുത്തിയതാ. നിങ്ങളും ഇതൊരെണ്ണം കിട്ടുവാണെങ്കിൽ വെച്ച് പിടിപ്പിക്കണം. ആദ്യം ഒരു ചെറിയൊരു പരിചരണം ആദ്യം ആവശ്യമായി വരത്തേ ഉള്ളൂ. പിന്നെ ഇതിന് ആവശ്യമില്ലാതെ മൂട്ടിൽ അകലം പാലിച്ചിടണം. ഞാൻ ഇന്നൊരിച്ചിരി ചാമ്പലിട്ടത് കയറിപ്പോയോ എന്നൊരു സംശയമുണ്ട്. കുറച്ച് മാറ്റിയിട്ട് കുറച്ച് ദൂരെ കൂട്ടിയിടണം. ഇനി ഇതിനകത്ത് ഇച്ചിരി മണ്ണിട്ട് കൊടുക്കാം ഇവിടെ. അങ്ങനെ ഞങ്ങൾ ഇതിനെ നട്ട് ഇന്ന് രാവിലെ ഞാൻ കൊണ്ടിട്ടതാ, ശ്രദ്ധിച്ചില്ല. ഇപ്പം ഇതൊന്നുകൂടി ഇനി ചെയ്യണം. ഇതിനെ വൃത്തിയായിട്ട് സംരക്ഷിച്ചിട്ട് ഇത് ഞങ്ങൾ വിപുലപ്പെടുത്തണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾക്കിത് കൂടുമ്പോഴത്തേക്കിനും ഇവിടെ കൊച്ചുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പാത്രത്തിലും കയ്യിലും കത്തിയിലും എല്ലാം റോസ് നിറം, നാക്കിലും വായും എല്ലാം നല്ല രുചിയുമാണ്. ഇതുപോലെ നിങ്ങളും ഇടം കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നടണം. ഞാൻ നിങ്ങളെ നേരിട്ട് ഇതൊന്ന് പരിചയപ്പെടുത്തണം എന്ന് വിചാരിച്ചാണ്. ഇതുവരെ നിങ്ങളെ ഞാൻ ഫ്രൂട്ട്സും കാണിച്ചിട്ടുള്ള ഇത് കട്ട് ചെയ്ത് കാണിച്ചുള്ളൂ. ഇതിപ്പം നിങ്ങളെ ചെടി ഇങ്ങനെ ഈ ബേസിൽ ഇങ്ങനെ വെച്ചേക്കുന്നുണ്ട്, എങ്ങനെയാ കാണിച്ചാലെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഇച്ചിരി മണ്ണും ഒക്കെ ഒന്ന് ഇടണം. പക്ഷെ ഇന്ന് എന്തായാലും എന്തായാലും ശരി, ഇനി എന്തേ ആവട്ടെ, എന്തായാലും നിങ്ങളെന്ന് കാണിച്ചേ അടങ്ങത്തുള്ളൂ. കണ്ട ഈ വെറും 28 ദിവസം ആകുമ്പോഴത്തേക്കിനും ഇത് കായ്ക്ക് നിറം വെച്ച് വിടാം. കണ്ടില്ലേ, കണ്ട. ഇതിനിപ്പോൾ ഒരു 3 ദിവസം കൂടെ ആകുമ്പോഴത്തേനും കളർ. അപ്പം ഞങ്ങളൊരു കവറിട്ട് നിർത്തും. അങ്ങനെ നമ്മൾക്കിതിപ്പോൾ ഒരു 10 എണ്ണം ആയിട്ടുണ്ട്. ഞങ്ങൾ ഇതിനെ സംരക്ഷിക്കും, വിപുലപ്പെടുത്തും. നിങ്ങൾ ഇതുപോലെ കിട്ടുമ്പോൾ ഇതൊരെണ്ണം വിത്ത് കൊണ്ടുവന്ന് നടണം. തീർച്ചയായിട്ടും 28 ദിവസത്തോളം അതിൻ്റെ ഈ തണ്ട് മണ്ണിൽ ഊന്നിയിരുന്ന് കഴിഞ്ഞാൽ 1 മാസത്തോളം വേണം. അപ്പോഴത്തേക്കിനും അതിൽ നിന്ന് വേരിറങ്ങുമ്പോൾ നമ്മളത് കൊണ്ടുവന്ന് മണ്ണിലൂന്നി കമ്പിയൊക്കെ വെച്ച് നടണം. ഇതിന് കമ്പികളൊക്കെ ലൈനായിട്ട് നടണം, വെളിയിൽ കൊണ്ട് നടണം. അത് വിപുലപ്പെടുത്തും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ചിത്രം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണിച്ചു തരാം.
ബൈ. ഇനിയുള്ള വിവരങ്ങൾ പിന്നീട് പറയാം.